ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 7ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു 99 അല്ലെങ്കിൽ 9999, 999 ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സെയിം നമ്പർ ഓഫ് ഡിജിറ്റ് വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഡിഫറെൻ്റ് ആണെങ്കിൽ, അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ 2 ഡിജിറ്റും 3 ഡിജിറ്റും തമ്മിൽ, അല്ലെങ്കിൽ 3 ഡിജിറ്റും 4 ഡിജിറ്റും ആണെങ്കിൽ ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻസർ എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ചെറിയൊരു ചേഞ്ച് മാത്രമേ ഇതിൽ വരുന്നു, ചേഞ്ച് അല്ല, ചെറുതായിട്ടൊരു നമ്പർ ആഡ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ, വേറൊരു വ്യത്യാസം ഇതിലില്ല. ബാക്കിയൊക്കെ നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രിക്കിലേക്ക് പോവാം. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് 45 × 999 ആണ്, അതായത് 2 ഡിജിറ്റ് × 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ 3 ഡിജിറ്റ് ആണുള്ളത്, അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെയും 3 ഡിജിറ്റ് ആക്കാൻ വേണ്ടി ഇവിടെ ഒരു 0 ആഡ് ചെയ്യും. ഈ ഒരു ചേഞ്ച് മാത്രമേ ഈ ക്വസ്റ്റ്യനുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേ മെത്തേഡാണ്. അപ്പോൾ എന്ത് കിട്ടി? മുകളിലോ 3 ഡിജിറ്റ് നമ്പർ കിട്ടി, ഇവിടെയും 3 ഡിജിറ്റ് നമ്പർ കിട്ടി. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ഈ 0 കൂടെ എഴുതണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ 045 ആണ്, 45 ആണ് നമ്പർ. ചെയ്യുന്ന മെത്തേഡ് സെയിം. എന്ത് ചെയ്യുന്നു? 1 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 45-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 44 കിട്ടും. പക്ഷേ എഴുതുമ്പോഴെങ്ങനെ എഴുതണം? 044 അങ്ങനെ എഴുതുക. ഓക്കെ, ഈ 0 മറന്നു പോകരുത്. 0 മറന്നു പോയി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. ഇപ്പോൾ 45-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് 44 ആണ്, 0 ഉള്ളത് കൊണ്ട് 044 എന്ന് എഴുതുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെ, നമ്മൾ സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ ഓരോ ഡിജിറ്റിൽ നിന്നും കിട്ടിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ 9-ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താൽ 9 കിട്ടും, ആ 9 ഇവിടെ എഴുതുക. 9-ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ 5 ആണ്, അതുപോലെ 9-ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ 5 കിട്ടും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ 45 2 ഡിജിറ്റും 999 3 ഡിജിറ്റുമാണ്. 2 ഡിജിറ്റും 3 ഡിജിറ്റും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും ആ 0 അതുപോലെ തന്നെ എഴുതണം, അല്ലെങ്കിൽ ആൻസർ തെറ്റും. അത് കഴിഞ്ഞിട്ട് സബ്ട്രാക്ട് ചെയ്യും. ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നത് 0-ൽ നിന്നായിരിക്കും എന്ന് മാത്രം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോവാം. 160 × 9999. അപ്പോൾ ഇത് ചെയ്യുമ്പോഴോ ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 ഡിജിറ്റ് 4 ഡിജിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് 4 ഡിജിറ്റ് ആവാൻ വേണ്ടി ഇവിടെ ഒരു 0 ആഡ് ചെയ്യും. അപ്പോൾ 0162 എന്ന് കിട്ടും. അപ്പോൾ ഈ 0 ആണ് ഇമ്പോർട്ടൻ്റ്, അത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആൻസർ കിട്ടില്ല. അപ്പോൾ അതും കൂടെ ഇവിടെ എഴുതിയിട്ട് ബാക്കിയുള്ള മെത്തേഡൊക്കെ സെയിം. എന്ത് ചെയ്യുന്നു? 1 സബ്ട്രാക്ട് ചെയ്യുന്നു. 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 0161 ഇങ്ങനെ കിട്ടും അല്ലേ? 1 സബ്ട്രാക്ട് ചെയ്താൽ 2 - 1 1 ആണ്. അപ്പോൾ 161 കിട്ടും, കൂടെ 0യും വരും. ഇനി ചെയ്തതുപോലെ തന്നെ ഓരോ ഡിജിറ്റിൽ നിന്നും 9-ൽ നിന്നും ഓരോ ഡിജിറ്റും സബ്ട്രാക്ട് ചെയ്യുക. 9 - 0 9, 9 എഴുതുന്നു. 9 - 1 8 ആണ്. 9 - 6 3 കിട്ടും. 9 - 1 8 കിട്ടും. ഇതാണ് ആൻസർ. ഇപ്പോൾ ആൻസറുള്ള ലാസ്റ്റ് പറയുമ്പോൾ 0 കൂട്ടി പറയണമെന്നില്ല, ബാക്കിയുള്ള ഡിജിറ്റ്സ് ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക അല്ലേ? ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതാണ് ആൻസർ, 16,19,838. അപ്പോൾ നമ്പർ ഓഫ് ഡിജിറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണിത്. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ഡിജിറ്റ് × 4 ഡിജിറ്റിൽ കൺഫ്യൂഷൻ വരാം അല്ലേ? 2 ഡിജിറ്റ് × 4 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. അതുകൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 36 × 9999. ഓക്കെ, ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. 36-നെ 9900, 2 ഡിജിറ്റ് × 3 ഡിജിറ്റ് 4 ഡിജിറ്റ്, അതുപോലെ 2 ഡിജിറ്റ് × 8 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, കൂടുതൽ ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡിജിറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ 4 ഡിജിറ്റും 2 ഡിജിറ്റും ആണ്. അപ്പോൾ 2 ഡിജിറ്റിനെ 4 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 2 0 എഴുതണം അല്ലേ? 0036. ഈ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം മെത്തേഡാണ്. 36-ൽ നിന്ന് എന്ത് ചെയ്യുന്നു? 1 സബ്ട്രാക്ട് ചെയ്യുക. 36-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തത് 35 ആണ്. അപ്പോൾ 0035 ഇങ്ങനെ എഴുതും. ഈ 0 വിട്ടുപോകരുത്, വിട്ടുപോയി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. 0035 ആണ്. ഇനി ചെയ്യേണ്ട സബ്ട്രാക്ഷൻ 9 - 0 9, 9 - 0 9, 9 - 3 6, 9 - 5 4. അപ്പോൾ ഇതായിരിക്കും ആൻസർ.
ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് 9ൻ്റെ സീരീസ് ഓഫ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. മെൻ്റൽ കാൽക്കുലേഷൻ യൂസ് ചെയ്ത് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായി വരാം. അതുവരെ